എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മൾ ബിഹേവിയറൽ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയപ്പെടുന്നത്. അതായത് പരിമിതമായ യുക്തിസഹജത എന്നാണ് അതിൻ്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത്. എന്താണ് ബൗണ്ടഡ് റാഷണാലിറ്റി? ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിലനിൽക്കുന്നത് തന്നെ ഈ ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് റോബർട്ട് സൈമൺ എന്ന് പറയപ്പെടുന്ന ഒരു ബിഹേവിയറൽ എക്കോണമിസ്റ്റാണ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതൊരു തിയറിയാണ്. അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അദ്ദേഹം ഒരു കമ്പാരിസൺ ആണ് നടത്തിയിരിക്കുന്നത്. ട്രഡീഷണൽ എക്കണോമിക്സിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ട്രഡീഷണൽ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറയപ്പെടുന്നതും റാഷണാലിറ്റി എന്ന് പറയപ്പെടുന്നതാണ്. ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് റാഷണലായിട്ട് ബിഹേവ് ചെയ്യുക എന്നതാണല്ലോ എക്കണോമിക്സിൻ്റെ ഒരു ബേസ് എന്ന് പറയപ്പെടുന്നത്. ഒരു റാഷണൽ പേഴ്സൺ, റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ഏറ്റവും ഓപ്റ്റിമം ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എടുക്കാവുന്നതിൽ പരമാവധി നല്ല തീരുമാനം എടുക്കുന്നതിനെയാണ് ഈ റാഷണാലിറ്റി എന്ന് പറയുന്നത്. യുക്തി സഹജമായിട്ട് പെരുമാറണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്നുവെച്ചാൽ യുക്തി വൈഭവത്തോടുകൂടി പെരുമാറുന്ന രീതി, യുക്തി വൈഭവത്തോടുകൂടി പെരുമാറുവാണെങ്കിൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയാൽ വിഷമിക്കേണ്ടി വരില്ല, അല്ലേ? അതാണ് പറയുന്നത്. അതാണ് ഈ എക്കണോമിക്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ട്രഡീഷണൽ എക്കോണമിസ്റ്റുകളെല്ലാം പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ എടുക്കുക, അല്ലെ 100% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, ഓപ്റ്റിമാലിറ്റിയിൽ നിലനിൽക്കുക എന്നതാണ് ഈ പറയുന്നത്. പക്ഷേ ബിഹേവിയറൽ എക്കോണമിസ്റ്റുകൾ പറയപ്പെടുന്ന ഇതാണ്, ഒരിക്കലും നമുക്ക് ഈ 100% എന്ന് പറയപ്പെടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ എത്താൻ സാധിക്കുകയില്ല. ഒരു ഓപ്റ്റിമം ഇക്വിലിബ്രിയത്തിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു സാറ്റിസ്ഫാക്ടറി ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് സംതൃപ്തി നേടുന്ന ഒരു പോയിന്റ് ആയിരിക്കും, സംതൃപ്തി ഉണ്ടായിരിക്കും. ഈ സംതൃപ്തി നേടുന്ന ഒരു പോയിന്റ് എന്ന് പറയുമ്പം ആ പോയിന്റ് ഓപ്റ്റിമം ആവണമെന്നിരിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ പറയുന്നത് മതി, കൊള്ളാം എന്നൊക്കെ പറയത്തില്ലേ? ആ ഒരു പോയിന്റിലാണ് നമ്മൾ എത്തുന്നതെന്ന് പറയുന്നത്. ഈ മതി, കൊള്ളാം എന്നൊക്കെ പറയുന്ന പോയിന്റ് ഒരിക്കലും 100% ഓപ്റ്റിമം അല്ല എന്നാണ് പറയുന്നത്. ആ എക്കോണമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്. പ്രധാനമായിട്ടും 3 റീസൺസ് ആണ് നമ്മൾ ഓപ്റ്റിമം റാഷണാലിറ്റി പെരുമാറാതിരിക്കാനുള്ള കാരണങ്ങളായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സ്വഭാവങ്ങളെല്ലാം നമ്മുടെ മൈൻഡുമായിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയായിട്ട് ഉള്ളതാണ്. അപ്പോൾ കുറേയധികം കോഗ്നിറ്റീവ് ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. നമ്മൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാൽ, എത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ, എത്ര സുപ്രീം ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹജമായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് വരത്തില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ 100% നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല, അല്ലേ? ക്വിക്കായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ കുറേ അധികം എറേഴ്സ് വരും, കുറേ അധികം ലിമിറ്റേഷൻസ് വരും. അപ്പം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല, പെട്ടെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ തന്നെ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷന് വർക്ക് ചെയ്യുവാണ്. നമ്മൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സ്റ്റേജിൽ കയറുമ്പം നമുക്ക് ചിലപ്പം നമുക്ക് നല്ലൊരു പ്രൈസും കിട്ടിക്കാണും, നമ്മളായിരിക്കും ഫസ്റ്റിൽ സെലക്ട് ചെയ്തത്. പക്ഷെ നമ്മൾ മെൻ്റലായിട്ട് നോക്കുമ്പോൾ ആ പോയിന്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും. നമ്മളോട് തന്നെ പറയും, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് അത്രയും എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തതുപോലെ പ്രസൻറ്റ് ചെയ്തെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കുന്നു എന്നുള്ളൊരു തോന്നലും നമ്മളെ പിന്തിരിപ്പിക്കുന്നു, അല്ലേ? നമ്മളിലുണ്ടാകുന്നു. അപ്പം അതാണ്. അതേപോലെ നമ്മുടെ സ്പീച്ചുകളൊക്കെ പറയുമ്പോൾ നമ്മൾ 100% സെൻറ്റൻസ് പറയുന്നതിൽ പലതും അങ്ങ് പോവും. നമ്മൾ കാട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞ് ഒപ്പിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ക്ലാപ്പ് കിട്ടും, ചിലപ്പോൾ നമുക്ക് ഫസ്റ്റും കിട്ടും. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്തതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണ്, അവർ കള്ളൻ വീട്ടിൽ കയറുന്നു എന്ന് വിചാരിക്കുവാണ്. നമ്മുടെ അടുത്ത് തന്നെ അതിന് വേണ്ടുന്ന അവരെ ഫൈറ്റ് ചെയ്യാൻ, പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും കിടപ്പുണ്ടെങ്കിലും നമ്മൾ ചില സിറ്റുവേഷൻ നമ്മൾ സ്റ്റക്കായിട്ട് അങ്ങ് നിൽക്കും. കാരണം ആ സ്പോട്ടിൽ നമുക്ക് സൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ റിയാക്ഷൻ പവറൊക്കെ നമ്മളിൽ അങ്ങ് പോകും.
നമ്മളിന്ന് പോകും. അപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞാൽ എനിക്ക് ആ സ്പോട്ടിൽ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് പെരുമാറാൻ പറ്റാതെ വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് പെരുമാറാനായിട്ട് സാധിക്കാതെ വരുന്നു. അതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് സമയത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. വലിയ വലിയ ബിസിനസ്സുകാരും വലിയ ബിസിനസ് ജയന്റുകളും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ആ എടുക്കേണ്ട തീരുമാനങ്ങളൊന്നും അവർ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല. പല അവരുടെ ബയാസും കൊണ്ട് അവർ ആ സ്പോട്ടിൽ അവർ നല്ലൊരു ഡിസിഷൻ ആയിരിക്കത്തില്ല എടുക്കുന്നത്. അവരുടെ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. അതാണ് ഈ കോഗ്നിറ്റീവ് ലിമിറ്റേഷൻ. അതിനെയാണ് കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്നത്. എല്ലാ ആളുകളിലും ഈ കോഗ്നിറ്റീവ് ലിമിറ്റേഷൻ ഉണ്ട്. ആ ആളിൻ്റെ മനസ്സിന് ഉള്ളിലുള്ള അതിനെ അതേപോലെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കാത്ത കുറേ ലിമിറ്റേഷൻസ് മനുഷ്യനുണ്ട്. ആ ഒരു ലിമിറ്റേഷൻ ആണ് ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ മൈൻഡിലുള്ള ഈ ലിമിറ്റേഷൻസ് ആണ് ഈ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ ഉരുത്തിരിഞ്ഞു വരാനായിട്ട് ബിഹേവിയറൽ എക്കോണമിസ്റ്റുകളെ പ്രേരിപ്പിച്ചത്. ഓക്കെ, ലിമിറ്റേഷൻസ് ഉണ്ട് എന്നതാണ്. നമ്മളിൽ ബൗൺസുകളുണ്ട്, നമ്മളിൽ ലിമിറ്റുകളുണ്ട്. ആ ലിമിറ്റ് കോഗ്നിറ്റീവ് ലിമിറ്റേഷൻസ്. ഓക്കെ, that is a cognitive limitation is the first important thing. That is mainly because അതുകൊണ്ട് നമുക്ക് ബൗണ്ടഡ് റാഷണാലിറ്റിയിലേക്ക് വരും. എന്ന് വെച്ചാൽ നമ്മൾ ഓപ്റ്റിമത്തിൽ വർക്ക് ചെയ്യത്തില്ല, സബ് ഓപ്റ്റിമം ഒരു സാറ്റിസ്ഫാക്ടറി പോയിന്റിലേ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അനദർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയപ്പെടുന്ന ലിമിറ്റഡ് നോളജാണ്. നമ്മുടെ നോളജ്, നമ്മളിപ്പം ഡിഗ്രി എടുത്തു, PG എടുത്ത്, ചിലപ്പോൾ PhD എടുത്തു, ഭയങ്കര സമ്പന്നതയിൽ നോളജ് ഉണ്ടായെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അതൊരിക്കലും എന്താണില്ല, ഓപ്റ്റിമം അല്ല എന്നാണ് പറയുന്നത്. നോളജ് നമ്മൾ നേടുന്ന നോളജ് ഒന്നും പെർഫെക്റ്റ് അല്ല. നമ്മൾ നേടുന്ന നോളജ് എന്ന് പറയപ്പെടുന്നത് ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തിന് സമാനമാണ്. ബാക്കി ആ ഒരു തുള്ളി കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് ചെയ്യുന്ന വെള്ളം എല്ലാം നമുക്കില്ലാത്ത നോളജുകളാണ്. ഓക്കെ, അതേപോലെ എന്ന് വെച്ചാൽ ലിമിറ്റഡ് നോളജേ ഉള്ളൂ. നമുക്ക് ലിമിറ്റഡ് നോളജിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. ആ ലിമിറ്റഡ് നോളജിൽ നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. 100% പെർഫെക്റ്റ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ലിമിറ്റഡ് നോളജ് ഈസ് എ മെയിൻ ഫാക്ടർ ആണ് നമ്മുടെ ബൗണ്ടഡ് റാഷണാലിറ്റിക്ക് എന്ന് പറയുന്നത്. പിന്നെ ലിമിറ്റഡ് ടൈമാണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണ്, ഓരോരോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എൻട്രൻസ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ച്, ബാങ്ക് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കുന്ന 100 ക്വസ്റ്റ്യൻസ് അവർക്ക് എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ 1 മിനിറ്റ്. ആ 1 മിനിറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ എത്ര കുട്ടികൾ പാസ്സാവുന്നു? അതാണല്ലോ IQ ലെവൽ മെഷർ ചെയ്യുന്നത്. അവരാണ് ഇൻ്റലിജൻസിനെ, അവരുടെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന ഒരു അളവുകോലായിട്ട് എടുക്കുന്നത്. ഈ പറയുന്ന ബാക്കിയുള്ള കുട്ടികൾ എല്ലാം മെജോറിറ്റീസിന് ഒരു ആവറേജോ എല്ലാ കുട്ടികൾക്കും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറച്ചുകൂടി ടൈം, ഇപ്പോൾ 1.5 മിനിറ്റ് കൊടുത്താലോ 2 മിനിറ്റ് കൊടുത്താലോ ഒക്കെ ഓരോ ഇത്ര % ആളുകൾ അത് ശരിയാക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് കിട്ടുന്ന ലിമിറ്റഡ് ടൈമിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പം ആ ടൈമിൻ്റെ പരിമിതിക്കകത്ത് കൊണ്ട് എടുക്കുന്ന തീരുമാനം ഒരിക്കലും 100% അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ എടുക്കുന്ന തീരുമാനം ഒരിക്കലും റാഷണൽ ആവത്തില്ല. യുക്തിസഹജമായ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബൗണ്ടർ റാഷണാലിറ്റി എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഷോർട്ട് എസ്സേക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ബയാസ് എന്തെല്ലാമാണ്, ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്തെല്ലാമാണ് എന്നൊക്കെ ഒരു എസ്സേ ക്വസ്റ്റ്യൻസിൽ വന്നാലും ഈ ഒരു പോയിന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ബൗണ്ടർ റാഷണാലിറ്റി എന്ന് പറയപ്പെടുന്ന നോട്ട്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പ്രിപ്പയർ ചെയ്താണ്. തീർച്ചയായിട്ടും വേണ്ട കുട്ടികൾ അതുകൂടി യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.